ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് സൺഡേയിലത്തെ വിശേഷങ്ങളാണ്. അപ്പോൾ ഞാൻ ഇന്നലെ വരെ എവിടെയാണ് എന്താണെന്നൊന്നും പറഞ്ഞിരുന്നില്ല ഫങ്ഷൻ. കാരണം എന്താണെന്ന് വെച്ചാൽ അതെന്താ പറയുക, എല്ലാവരും ക്ഷണിക്കുന്ന ഒരു ഫങ്ഷൻ അല്ലല്ലോ. അപ്പോൾ അതൊരു ബുദ്ധിമുട്ടാവണ്ട, അത് കഴിഞ്ഞിട്ടാവാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ സ്ഥലം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പം നമ്മളുടെ മരിയാപുരത്തുള്ള റീജൻസി ക്ലബ്ബിൽ വെച്ചിട്ടായിരുന്നു നമ്മളുടെ ഫങ്ഷൻ. വൈകിട്ട് 6:30 തൊട്ട് 10:30 വരെ അങ്ങനെയായിരുന്നു കേട്ടോ നമ്മൾ ചാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതേ ശനിയാഴ്ച രാത്രി തൊട്ട് ഡോൺ അവിടെയായിരുന്നു. അപ്പോൾ ഇതുണ്ട്, ഇതിൻ്റെ ഇടയിൽ പിള്ളേരുടെ പണിയാണ്, ചട്ടിയൊക്കെ വീണുടച്ച് കുറേ നാശനഷ്ടം വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതേ പാച്ചൂട്ടൻ കിട്ടിയ ഗ്യാപ്പിൽ പാവേനെയും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയത്. അപ്പോൾ അതിനേക്കാൾ സ്പീഡിൽ ഓച്ചു അവനെ തിരിച്ച് കൊണ്ടുപോയിട്ടോ, അതെടുത്ത് വെച്ചു. അപ്പോൾ ഇത് ഒരു ഗിഫ്റ്റ് വന്നിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ. രണ്ട് പേർക്കുണ്ട്, തോമൂനും ഉണ്ടായിരുന്നു, പാച്ചുവിനും ഉണ്ട് കേട്ടോ. 2 പേർക്കുണ്ട്, 3 പേർക്കുണ്ട്, സോറി തെറ്റി പറഞ്ഞത്, 3 ആൾക്കും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ദേ പാച്ചു കണ്ടോ, ഇങ്ങനെ നശിപ്പിക്കണ കാരണമാണ് ഒന്നും ഇവർക്ക് കൊടുക്കില്ല. കാരണം ഇവിടെ പണ്ടത്തെ പോലെയല്ല, എപ്പോഴും പൊടിയും ഇതൊക്കെയാണ്. അപ്പോൾ നമ്മൾ കുട്ടികൾക്ക് ടോയ്സ് കൊടുത്താൽ തന്നെ അതൊക്കെ നാശമാവുമെന്ന് വെച്ചിട്ട് ഒന്നും ഇപ്പോൾ കൊടുക്കാറില്ല കേട്ടോ. അങ്ങനെ രാവിലെ എണീറ്റിട്ട് ദേ ചായയൊക്കെ വെച്ച് റെഡിയാക്കി. അപ്പോൾ ഇന്ന് രാവിലെ ബ്രെഡും സ്റ്റൂവും, ഞാൻ പറഞ്ഞല്ലോ സ്റ്റൂ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ ബ്രെഡും സ്റ്റൂ ആയിരുന്നു. പാല് രാവിലെയാണ് കേട്ടോ, തേങ്ങാപ്പാൽ ഒഴിച്ചത് രാവിലെയാണ്, കാച്ചിയതൊക്കെ ജസ്റ്റ് വേവിച്ച് കഷ്ണങ്ങളൊക്കെ വേവിച്ച് വെച്ചു. എന്നാണ്ട് വേറൊക്കെ ചെയ്തത് ഇന്നാണ് കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞ് ഇന്ന് പ്രത്യേകിച്ച് വേറെ ഒരു പണി ഉണ്ടായിരുന്നില്ല. ഒരു 11:30 ആയപ്പോഴേക്കും ഡിവൈൻ്റെ അങ്കിളും വൈഫും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ കുമിളിന്നാണ് വരുന്നത് കേട്ടോ. അപ്പോൾ അവർ വന്ന് കുറേ റെസ്റ്റ് ചെയ്തു. അവർക്ക് വേണ്ടിയിട്ട് റൂം നമ്മൾ റീജൻസിയിൽ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ തൽക്കാലം വന്ന് കുറച്ച് നേരം ആങ്ങളെയും പെങ്ങളും കുറേ ഇരുന്ന് വർത്താനം പറഞ്ഞ് അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഓണസദ്യയൊക്കെ കഴിച്ചിട്ടാണ് അവർ റൂമിലേക്ക് റെസ്റ്റ് ചെയ്യാൻ പോയി. പിന്നെ അവിടുന്ന് ഡ്രസ്സൊക്കെ മാറിയിട്ട് അവിടെ ജോയിൻ ചെയ്യാമല്ലോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഓണസദ്യ. എനിക്ക് തോന്നുന്നു ഉഷസീന്നാണെന്ന് തോന്നുന്നുണ്ട് കൊണ്ടുവന്നത്. വലിയ കുഴപ്പമില്ല, സൂപ്പറൊന്നുമല്ല, എന്നാലും കുഴപ്പമില്ലാത്ത ഒരു സദ്യ, അത്രയേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ കുറേ കറികളും കാര്യങ്ങളും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. എന്നാൽ എന്താ പറയുക, പിന്നെ ഇന്നത്തെ ദിവസം അറിയാമല്ലോ ഓണാണ്. അപ്പോൾ പപ്പടം വറുത്തിട്ടുണ്ടായിരുന്നില്ല, ഇങ്ങനെ വെച്ചേക്കായിരുന്നു. നമ്മൾ ആവശ്യത്തിനെടുത്ത് വർക്ക് ചെയ്ത് 2 തരം പായസം ഉണ്ടായിരുന്നു. എത്ര കാശാണെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ, കുട്ടികളാണ് അത് ഏൽപ്പിച്ചത്. പിന്നെ ഇത് നമ്മളുടെ ഫ്രൂട്ട്സ് അവർ വരുമ്പോൾ കൊണ്ടുവന്നതാണ്, ഡിവൈൻ്റെ അങ്കിൾ വരുമ്പോൾ കൊണ്ടുവന്നതാണ് ഫ്രൂട്ട്സ്. പിന്നെ മറ്റേ കവറുകളിലും കാര്യങ്ങളിലൊക്കെ ഇരിക്കുന്നത് കഴിഞ്ഞ ആഴ്ച നമ്മുടെ മീനും ആശയും കൊണ്ടുവന്ന സാധനങ്ങൾ ഞാൻ കാണുന്നിടത്ത് ബോക്സുകളിലാക്കി വെച്ചു കുട്ടികൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഫസ്റ്റ് ട്രിപ്പ് ഡിവൈൻ്റെ ഫാമിലി ഇരുന്നു. അവർ വന്ന 2 പേരും പിന്നെ അച്ചാച്ചനും അമ്മയും ഇരുന്നു. അവർ പോയതിന് ശേഷം ഞങ്ങളിരുന്നു. അത് കഴിഞ്ഞിട്ട് ഡോണിനുള്ള സാധനങ്ങൾ ബാക്കി അവിടെ വെച്ചു. പക്ഷേ ഡോൺ വന്നിട്ട് അവൻ ഇന്നലെ തൊട്ട് സ്റ്റേജിൻ്റെയും കാര്യങ്ങളുടെയൊക്കെ പിന്നാലെ ഓടി നടക്കുമായിരുന്നു കേട്ടോ. ആൻസർ എങ്ങനെയാണെന്ന് വെച്ചാൽ ബാംഗ്ലൂരിൽ നിന്ന് മിനിയാന്ന് കാറിനാണ് വന്നത്. അപ്പോൾ അതിൻ്റെ പേരിൽ തന്നെ ഭയങ്കര ഉറക്കക്ഷീണമായിരുന്നു. അപ്പോൾ നല്ല ഉറക്കമായിരുന്നു. പിന്നെ ഇന്നലെ ഞങ്ങൾ പറഞ്ഞില്ലേ, പുലർച്ചെ 3:30 വരെയായിരുന്നു സംസാരിച്ചിരുന്നത്. അങ്ങനെ ഇത് നമ്മുടെ ടീൻസ് കഴിഞ്ഞ പ്രാവശ്യം ഡിവൈൻ്റെ ചെയ്തില്ല, അവർ തന്നെയായിരുന്നു. ഡിവൈന് ഇന്നും മേക്കപ്പ് ചെയ്യാൻ വന്നത്, ഇന്ന് ഡിമ്പിളും മേക്കപ്പ് ചെയ്തു എന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് അവരിതേ പോയി. എനിക്ക് തോന്നുന്നു ഞാൻ കറക്റ്റ് 5:30 ആകുമ്പോഴേക്കും മാറിയിരുന്നു കേട്ടോ. എനിക്ക് ഈ പറഞ്ഞ പോലെ ഉച്ചയായപ്പോൾ പായസം കഴിച്ചതിൻ്റെയൊക്കെയാന്ന് തോന്നുന്നുണ്ട്, നല്ല ഒരു ഉറക്കം വന്നു. ഞാൻ സുഖമായിട്ട്, പിന്നെ വേറെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ലല്ലോ, ഞാൻ ഉഷാറായിട്ട് കിടന്ന് ഉറങ്ങിയത് 4:45 5 മണിയായപ്പോൾ ഡിമ്പിൾ എന്നെ ഫോണിൽ വിളിക്കുകയും ചെയ്തത്. അപ്പോൾ ഞാൻ ചാടി എണീറ്റ്, പിന്നെ എനിക്ക് ഒരു അരമണിക്കൂർ ഞാൻ വേഗം ഡ്രസ്സ് പറയാം 5:30 ഞാൻ റെഡിയായി. ഇവരും ഈ പറഞ്ഞ പോലെ 5:45 ആയപ്പോഴത്തേക്കും ഇവരുടെ പരിപാടികളൊക്കെ കഴിഞ്ഞു. അങ്ങനെ ടീൻസിലെ കുട്ടികളെ യാത്രയാക്കിയതിന് ശേഷം ഞങ്ങളിതേ അവിടേക്ക് പോകണം കേട്ടോ. 2 വണ്ടിയായിട്ടാണ് പോയത്. ലീലാമ്മയും അച്ചാച്ചനും കുട്ടികളും കൂടിയിട്ട് ഒന്നിച്ച്, പിന്നെ ഞങ്ങൾ വേറെ, അങ്ങനെ 2 ട്രിപ്പായിട്ടാണ് പോയത് കേട്ടോ. അപ്പോൾ ടീൻസിലത്തെ അവരുടെ ഹസ്ബൻഡ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ ഒന്നിച്ചതേ മടങ്ങി. അപ്പോൾ നല്ല ഒരു പെരുമാറാനും എടുക്കാനൊക്കെ ഇപ്പോൾ 2 പ്രാവശ്യം അടുപ്പിച്ചായില്ലേ ഫംഗ്ഷന് നമ്മുടെ വീട്ടിലേക്ക് വരുന്നു. അപ്പോൾ നല്ല ഒരു എന്താ പറയുക, നല്ല സഹകരണമുള്ള പോലത്തെ നല്ല 2 വർക്കേഴ്സായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ പാച്ചുട്ടൻ എന്താ ഡ്രസ്സൊക്കെ മാറി ഉഷാറായിട്ടിരിക്കണം. അവൻ്റെ ഡ്രസ്സ് ഡിസൈൻ ചെയ്തത് അവൻ്റെ മമ്മി തന്നെയായ ഡിംപിൾ റോസാണ് കേട്ടോ. അപ്പോൾ അസലായിട്ടുണ്ടായിരുന്നു, കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്
എൻ്റെ എന്താ പറയുക എൻ്റെ സാരി ഇതാണ്. ഞാൻ ഈ പറഞ്ഞ പോലെ ആദ്യമൊക്കെ കളർ സാരി ഉടുക്കാച്ചു, പിന്നെ ഞാൻ വിചാരിച്ചു ഒക്ടോബർ 1 ആകുമ്പോഴേക്കും ഒരു കൊല്ലാവുള്ളൂ, ഇത്രയും ഞാൻ വലിച്ചെത്തിച്ച തലയ്ക്ക് അതും കൂടി ആവാമല്ലോ എന്ന് വിചാരിച്ചിട്ട് കറുപ്പ് തന്നെയാണ് എടുത്തത്. അത് കുട്ടികളുടെ കയ്യിലുണ്ടായിരുന്ന സാരിയാണ്. അപ്പം അതിൽ നിന്നാണ് ഞാൻ എടുത്തിട്ട് ഇന്നലെയാണ് എനിക്ക് ബ്ലൗസ് തയ്ക്കാൻ കൊടുത്തതും. രാത്രി കൊണ്ട് കൊടുത്തു, രാവിലെ എനിക്ക് തയ്ച്ചതെന്ന് ശോഭയാണ് കേട്ടോ. നെഹ്റുദാറിൽ ശോഭ പണ്ട് തൊട്ടുള്ള തയ്യലാണ് അവിടെ. പക്ഷെ ഇപ്പോൾ വീട്ടിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ വേറൊരാവശ്യത്തിന് ശോഭ വിളിച്ച് വെച്ചപ്പോഴാണ് ഓർത്തത്, അയ്യോ ശോഭയിച്ചുണ്ടല്ലോ, എന്നാൽ പിന്നെ ഇന്ന് മമ്മിക്ക് ഇത് തയ്ക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഡിംപിളത് കൊണ്ടുപോയി കൊടുത്തത് കേട്ടോ. അപ്പോൾ എന്താ പറയുക, ഒരു രാത്രി കൊണ്ട് തയ്ച്ച് കിട്ടിയ സാധനമാണത്. അപ്പോൾ ഡാഡിക്ക് അത് കഴിഞ്ഞിട്ടാണ് ഷർട്ട് എടുത്തത്, ഇന്നലെ വൈകിട്ട് പോയിട്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ റീജൻസി ക്ലബിലേക്ക് യാത്രയായി. അപ്പോൾ ഞാൻ കുട്ടിയോട് പറയുക അവിടെ ചെന്നിട്ട് ഒതുങ്ങിയിരുന്നോളൂ എന്നൊക്കെ പറഞ്ഞ് ഉപദേശിച്ചിട്ടൊക്കെയാണ് കൊണ്ടുപോകണത്. അപ്പോൾ ഒരു ഡോക്ടർ പറഞ്ഞത് അങ്ങനെ പറഞ്ഞിട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ കുട്ടികൾ അനുസരിക്കും എന്നുള്ളത്. ഒരു പരിധി വരെ എനിക്കത് ശരിയായിട്ട് തോന്നിയിട്ടോ. അത് കഴിഞ്ഞതേ ഞങ്ങൾ പോയി. പിന്നെ കുട്ടികളല്ലേ, അവർക്ക് അവരുടേതായ കുട്ടിക്കുറുമ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ. അപ്പോൾ അങ്ങനെ ഞങ്ങളിതേ ചെന്ന് കഴിഞ്ഞപ്പോൾ അത് അവിടെ കപ്പിൾ ഫോട്ടോ എടുക്കുകയാണ് കേട്ടോ അവർ. അങ്ങനെ അങ്കിളും ഡിവൈൻ്റെ അങ്കിളും ആൻറ്റിയും അവിടെ നിന്ന് ഫ്രഷ് ആയിട്ട് വന്നു. അപ്പോൾ ഞങ്ങൾ ചെന്നപ്പോൾ ഓൾറെഡി റെനീഷും ഫാമിലിയും എത്തിയിട്ടുണ്ടായിരുന്നു. ഇത് ഡിവൈൻ്റെ നെയ്ബറാണ്. അപ്പോൾ ഞങ്ങളുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കായിരുന്നു. അപ്പോൾ ബാദു തന്നെയാണ് ഞങ്ങളുടെ ഫോട്ടോഗ്രാഫർ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞില്ലേ ഡിംപിളിൻ്റെയൊക്കെ കല്യാണം തൊട്ടുണ്ടായിരുന്ന ബാദു തന്നെയാണ് ഇപ്രാവശ്യത്തെ ഫോട്ടോഗ്രാഫർ. അപ്പോൾ അവിടെ കുട്ടികളുടെ വക കിടന്ന് ബഹളമാണ്. പാച്ചുവിന് ഇപ്പോൾ അവിടെ കിടന്ന് ഉറങ്ങണം. അപ്പോൾ അപ്പുറം ഇപ്പുറമൊക്കെ നമ്മൾ റിട്ടേൺ ഗിഫ്റ്റൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും കിടക്കുമ്പോൾ പേടിയാണ്. മറ്റേ ഗ്ലാസ് ജാറിലാണ് ക്യാൻഡിൽ. അപ്പോൾ അതെങ്ങാനും വീണ് പൊട്ടുമോ എന്നുള്ളൊരു പേടിയാണ്. അപ്പോൾ ഞങ്ങളിതേ അങ്ങനെ ഇരുന്നപ്പോൾ തോപ്പാച്ചു കുറച്ച് നേരത്തെ അവിടെ ഇങ്ങോട്ട് കിടന്നൊക്കെ നിന്നു കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ മൂപ്പരെ ഇറങ്ങിപ്പോയി. പിന്നെ പപ്പ വന്നു കഴിഞ്ഞപ്പോൾ അവന് സന്തോഷമായി കുറേ നേരം പപ്പയുടെ മടിയിൽ പോയിരുന്നു. അത് കഴിഞ്ഞ് അമലിൻ്റെയും അത്തൻ്റെയും കൂടിയായിരുന്നു. പിന്നെ നമ്മളുടെ പെങ്ങളുടെ മോനുണ്ട് ജെറിയുടെ കൂടെയായിരുന്നു ഫുൾ ടൈം അവൻ കേട്ടോ. അതുകൊണ്ട് വല്ലാണ്ടുള്ള ഒരു വിഷമവും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല അവനെ നോക്കാൻ. തോമു പിന്നെ ഫുൾ ടൈം അപ്പയുടെ കൂടെയായിരുന്നു. അപ്പോൾ വന്ന സമയം കൊണ്ട് ഞങ്ങൾ ഫോട്ടോസ് എടുത്തതാണ്. അപ്പോൾ എൻ്റെ ഭാഗത്തുനിന്ന് പറഞ്ഞാൽ ഇത്ര പേരേ ഉണ്ടായിരുന്നുള്ളൂ, വേറെ ആരും ഇല്ലല്ലോ. അങ്ങനെ ഇത് ഞങ്ങളത് ഗ്രാൻഡ് പാരൻസ് കൂടി ഒരു ഫോട്ടോ. അത് കഴിഞ്ഞ് ഇതൊക്കെ റോസ പറഞ്ഞിടിപ്പിച്ച സംഭവങ്ങളാണ് കേട്ടോ. അപ്പോൾ ഞാനത് കിട്ടിയപ്പോൾ ജസ്റ്റ് ഇത് കൂടെ ആഡ് ചെയ്തു എന്നുള്ളപ്പോൾ നിങ്ങൾക്ക് കാണുകയും ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. എനിക്കിപ്പോൾ ബലമായ സംശയമുണ്ട് ഞാൻ ഈ സാരി മറച്ചാണ് ഉടുത്തതെന്നുള്ളത്. കാരണം ഉടുത്തപ്പോൾ ഞാൻ അങ്ങനെ ശ്രദ്ധിച്ചില്ല. ഒരു പ്രത്യേക മെറ്റീരിയലാണ് കേട്ടോ ഈ സാരിയുടെ. പക്ഷെ ഞാനിവിടെ വീട്ടിൽ വന്ന് ഡ്രസ്സൊക്കെ മാറി മടക്കിയപ്പോൾ എനിക്കൊരു സംശയം ഇങ്ങനെ വെച്ച് നോക്കിയപ്പോൾ ഞാനത് മറച്ചു കൊടുത്തതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. എന്തുട്ടായാലും സാരില്ല, പരിപാടിയൊക്കെ കഴിഞ്ഞ് വന്നില്ലേ, പിന്നെ പറയും അറിയാണ്ട് മറച്ചു കൊടുത്താൽ കോടി കിട്ടുന്നു. വല്ല കോടി കിട്ടാണ്ടെങ്കിലോ ഇരിക്കട്ടെ എന്നേ. അപ്പോൾ ഇത് നമ്മളുടെ PKC എനിക്ക് തോന്നുന്നു ഒരു 10 അതിനേക്കാൾ കൂടുതൽ വർഷമായിട്ടുണ്ട്. PKCയുടെ കാറ്ററിംഗ് ആണ് നമ്മൾ മെയിനായിട്ട്. ഡോണിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ മറ്റേ പാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ സ്റ്റെഫാനായിരുന്നു നമ്മളുടെ കോമ്പയർ ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ റോസാഡിയും ഡാഡിയുടെയും കൂടി ഒരു പാട്ടുണ്ടായിരുന്നു. റോസാഡി അമലിൻ്റെയും ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അത് എൻ്റെ കയ്യിലല്ല, അതുകൊണ്ട് എനിക്ക് അതിൻ്റെ ഒരു ക്ലിപ്പിംഗ് ഇടാൻ പറ്റിയില്ല. പിന്നെ റോസയും തക്കുടും കൂടിയിട്ട്, തക്കുടു എന്ന് പറഞ്ഞാൽ അമ്മൻ എന്നാണ് അവൻ്റെ പേര് കേട്ടോ. നമ്മൾ തക്കുടു എന്ന് വിളിക്കുന്നതാണ്. ഇനിയിപ്പോൾ അവൻ വലിയ കുട്ടിയായി, ഇനിയിപ്പോൾ ആ പേര് അങ്ങനെ വിളിക്കാൻ പാടില്ല എന്ന് നമ്മളെല്ലാവരും പറഞ്ഞെങ്കിലും എൻ്റെ വായിൽ അങ്ങനെ വരുള്ളൂ. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അവൻ്റെ പേര് അമ്മൻ എന്നാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതായിരുന്നു സർപ്രൈസ്. കാരണം ഞാൻ സത്യം പറഞ്ഞാൽ വീട്ടിൽ കുട്ടികളെയൊക്കെ പാടി ഉറക്കും എന്നല്ലാണ്ട് എനിക്ക് തോന്നുന്നു 8ാം ക്ലാസ് തൊട്ട് ഒരു 18 വയസ്സ് വരെ ഒരു 5 വർഷം 6 വർഷം കണ്ണംകുളങ്ങരയിൽ കൊയറിൽ ഒന്നാമതുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞതിന് ശേഷം എൻ്റെ ഓർമ്മയിൽ ഇന്ന് വരെ ഞാൻ ഒരു പാട്ട് പാടിയതായിട്ടൊരു ഓർമ്മയില്ല കേട്ടോ. വീട്ടിലൊക്കെ പാടുന്നല്ലാണ്ട്. അങ്ങനെ കുട്ടികൾ ഇന്നലെ എന്നോട് പറഞ്ഞപ്പോൾ ഞാനും വിചാരിച്ചു നമ്മുടെ കെസ്റ്ററിന് വേണ്ടിയിട്ട് ഒരു പാട്ട് പാടാമെന്ന്. കാരണം നമ്മുടെ കാവൽ മാലാഖമാരെ എന്നുള്ള പാട്ട് അവനും കൂടിയും ഇതിൽ പങ്കെടുക്കേണ്ട കുട്ടിയായിരുന്നില്ലേ. അപ്പോൾ അവൻ ഇപ്പോൾ നമ്മുടെ വീട്ടിലൊരു മാലാഖയാണ്. അപ്പോൾ എന്നും ഞങ്ങൾ ഈ 3 കുട്ടികളെയും ഈ കാവൽ മാലാഖ പാടിയിട്ടാണ് നമ്മൾ സാധാരണ അവരുറക്കുക. ആ പാട്ട് കേട്ട് കഴിഞ്ഞാൽ മറ്റേ നമ്മുടെ പാച്ചു എങ്ങനെയാണെന്ന് വെച്ചാൽ പാട്ട് കേട്ട അപ്പം എവിടെയുള്ളതെന്ന് വെച്ചാൽ അവിടെ മിണ്ടാണ്ട് അങ്ങനെ നിന്ന് ശ്രദ്ധിക്കും. അതെന്താണെന്ന് വെച്ചാൽ ജനിച്ച അന്ന് തൊട്ട് അവൻ കേൾക്കുന്ന, അന്നെന്ന് പറഞ്ഞാൽ 55ൻ്റെ അന്നാണ് നമുക്ക് കാണുന്നത് അവനെ. അന്ന് തൊട്ട് അവൻ കേൾക്കുന്ന പാട്ടാണ്. പക്ഷേ
എനിക്ക് തോന്നുന്നു അവൻ ആശുപത്രിയിൽ കിടക്കുമ്പോഴും ഞാനിവിടെ വീട്ടിൽ രാത്രിയിൽ ഡിമ്പിളിന് വേണ്ടി വെച്ച് കൊടുത്തിരുന്ന പാട്ടാണിത്. കാരണം കെസ്റ്റർ പോയതിന് ശേഷമാണല്ലോ, കുറേ ദിവസം കഴിഞ്ഞിട്ടല്ലേ വന്നത്. അപ്പം അന്ന് തൊട്ട് ഞാൻ ഈ മാലാഖയുടെ പാട്ടാണ്. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ മോന് വേണ്ടിയിട്ടാണ് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഞാൻ ആ പാട്ട് പാടിയത്. ആദ്യമൊക്കെ ഇത്തിരി വിറയൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ പിന്നീട് എല്ലാവരും പറഞ്ഞു വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ പാടിയെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ പാട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ DJ അടിച്ച് പൊളിച്ചു എല്ലാവരും കേട്ടോ. DJയും പിന്നെ വേറെ എന്തൊക്കെയൊക്കെ ഉണ്ടായിരുന്നു. അതിപ്പോൾ ഡിവൈൻ്റെയൊക്കെ വീഡിയോസ് വരും, അപ്പോൾ അതിൽ കറക്റ്റായിട്ട് കാണും. ഡിമ്പിൾ കാര്യമായിട്ട് ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. കാരണം നമ്മൾ എപ്പോഴും ഞങ്ങൾ 3 പേരുടെ ഇടയിൽ ഞങ്ങൾക്കൊരു പ്ലാനിങ് ഉണ്ട്. ഇന്നത് ഞാൻ എടുക്കും, ഇന്നത് ഡിമ്പിൾ എടുക്കുക, ഇന്നത് ഡിവൈൻ എടുക്കുക എന്നുള്ളത്. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞങ്ങളുടെ ഇടയിൽ ഒരു പ്രശ്നങ്ങളില്ല. അപ്പോൾ ഇന്നിപ്പോൾ ഞാനെങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാ ദിവസവും കാലത്തോട്ട് വൈകുന്നേരം വരെയുള്ള സംഭവങ്ങൾ എന്തെങ്കിലും കൂട്ടിയിണക്കിയിട്ട് ഒരു വീഡിയോ ഇടാം. ഡിവൈൻ അങ്ങനെയുള്ള മെയിൻ സംഭവം എന്താണെന്ന് വെച്ചാൽ അത് ചെയ്യും. ഡിമ്പിൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരുക്കങ്ങളുടെ ആ അറ്റം വരെ എത്തിക്കും. അങ്ങനെയാണ് ഞങ്ങളുടെ ഇടയിൽ ഒരു ബോണ്ടിങ് ഉണ്ട്. അതനുസരിച്ചാണ് കേട്ടോ ഞങ്ങളുടെ വീഡിയോസ്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇതുവരെ ഞങ്ങൾ ഫംഗ്ഷൻ ഇറങ്ങണ വരെയുള്ള വീഡിയോസ് ഡിവൈൻ എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ നമ്മളുടെ എന്താ പറയുക ഏറ്റവും വേണ്ടപ്പെട്ടവരാണ് കേട്ടോ ഇതുള്ളത്. നമ്മൾ പറഞ്ഞില്ലേ കുറച്ച് പേരുണ്ടായിരുന്നുള്ളൂ, ഉള്ളതൊക്കെ നമ്മൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ അമ്മച്ചീരൊക്കെ ഡാൻസാണ് കേട്ടോ. നമ്മുടെ റിജോൻ്റെ അമ്മച്ചിയാണത്. അങ്ങനെ എല്ലാവരും മാക്സിമം എൻജോയ് ചെയ്തു. അങ്ങനെ തന്നെ പറയാം. ഫുഡ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിട്ടോ. ഫുഡ് PKCക്ക് അല്ലെങ്കിലും ഒരു ഗ്യാരൻറ്റി ഉണ്ട്. വെൽക്കം ഡ്രിങ്കും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വീഡിയോസ് വരുമ്പോൾ കാണാം കേട്ടോ. വിശദമായിട്ട് അതിലുണ്ട്. ഇതിപ്പോൾ നമ്മുടെ സ്റ്റെഫാനാണ്. അപ്പം അങ്ങനെ എല്ലാ പരിപാടിയും ഏറ്റവും ഭംഗിയിട്ട് ഇത് നമ്മുടെ തിയേറ്ററാണ് കേട്ടോ. നമ്മളുടെ ഓട്ടോ ഹബിലത്തെ ചേട്ടനാണ് തിയേറ്റർ. പിന്നെ നമ്മുടെ പിള്ളേർസ് ഓരോരുത്തരുടെ ഒക്കത്ത് കയറിയിട്ടുള്ള ഡാൻസും കാര്യങ്ങളായി. അങ്ങനെ മൊത്തം പെങ്ങളുടെ ഭർത്താവ്, അനിയൻ എല്ലാവരും ഒക്കെ നമ്മുടെ വീട്ടുകാർ തന്നെയാണല്ലോ ഉള്ളത്. പിന്നെ ഡോണ്ടത് ഫ്രണ്ട്സ് എല്ലാവരും കൂടി ശരിക്കും അടിച്ച് പൊളിച്ചു. ഡാഡി ഒരിക്കലും ഡാൻസ് ഒന്നും ചെയ്യാത്ത ആളാണ്, പക്ഷേ ഡാഡീനെയും കൂടി ശരിക്കും പിടിച്ചിറക്കി എല്ലാവരും കൂടിയിട്ട്. അങ്ങനെ എന്താ പറയുക, എല്ലാവരും മനസ്സ് നിറഞ്ഞ് നമ്മൾ പറയില്ലേ കുറേ നാളുകൾ മനസ്സിൻ്റെ ഉള്ളിൽ നിറഞ്ഞ വിഷമവും കാര്യങ്ങളൊക്കെ ഇറക്കി വെച്ചു അടിച്ച് പൊളിച്ച് അങ്ങോട്ട് അവസാനിച്ചു. ഇനി എന്താ പറയുക, ഏറ്റവും ഭംഗിയിൽ ഞങ്ങളുടെ ഫാമിലി പോകാൻ വേണ്ടിയിട്ട് നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന അനുഗ്രഹവും വേണം കേട്ടോ. അപ്പോൾ ഡോണൊക്കെ എനിക്ക് തോന്നുന്നു കുറേ വർഷങ്ങൾക്ക് ശേഷം മനസ്സ് തുറന്നൊന്ന് ചിരിച്ച് അവരൊരിക്കലും ഡാൻസ് കളിക്കാനായിട്ട് ഒരു 3-4 വർഷമായിട്ട് അങ്ങനത്തെ ഒരു ക്യാമറയുടെ മുമ്പ് നിങ്ങൾക്കറിയാം നിൽക്കാറില്ല. പക്ഷേ ഇന്ന് അവൻ മനസ്സ് തുറന്ന് എന്താ പറയുക ശരിക്കും തിമിർത്താടി എന്നൊക്കെ പറയില്ലേ, തിമിർത്താടി. അങ്ങനെ ഞങ്ങളുടെ ബിഗ് ഡേ ആയിരുന്നു ഇന്ന്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ചെന്നായി പറയുന്ന അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെയും കുറേ ഗസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ അവരൊക്കെ നേരത്തോടെ പോയതുകൊണ്ടാണ് അവരെ കാണാത്തത്. അങ്ങനെ ഇവിടെ അക്കി അവിടെ വീൽ ചെയറിൽ ഇരുന്നിട്ടാണ് ഇതൊക്കെ ആസ്വദിക്കണത്. അപ്പോൾ ചേച്ചിക്കും അതെ ഒരു ചേഞ്ച്. അപ്പോൾ എല്ലാവരും എല്ലാം കണ്ട് എന്താ പറയുക മനസ്സും നിറഞ്ഞു. അപ്പോൾ വന്നവരെല്ലാവരും പറഞ്ഞു പോകുമ്പോൾ പരിപാടിയൊക്കെ ഗ്രാൻഡായി, ഫുഡ് അസലായിട്ടുണ്ടായിരുന്നു. അതുപോലെ കോമ്പയറിങ്, പ്രസൻറ്റേഷൻ, പാട്ടുകൾ, മൊത്തത്തിൽ പരിപാടി ഗ്രാൻഡായി എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ നമുക്കൊരു സന്തോഷം. കാരണം നമ്മൾ എന്തെങ്കിലും ഒരു പരിപാടി വെക്കുമ്പോൾ അത് ഏറ്റവും ഭംഗിയായിട്ട് തീരണം എന്നല്ലേ നമ്മളുടെ എല്ലാവരുടെയും ആഗ്രഹം. അപ്പോൾ അതുപോലെ എങ്ങനെ ആയിന്ന് പറഞ്ഞപ്പോൾ നമുക്കും ഭയങ്കര സന്തോഷമായിട്ടോ. അങ്ങനെ നമ്മുടെ പാച്ചുമൊക്കെ ശരിക്കും അങ്ങോട്ട് തിമിർത്താടിയെന്ന് തന്നെ പറയാം. അപ്പോൾ ആദ്യം കുറച്ച് നേരം പപ്പയുടെ കയ്യിലൊക്കെ ഇരുന്നു. അത് കഴിഞ്ഞ് മാത്തൻ്റെയും അമലിൻ്റെയും കൂടെയായി, പിന്നെ ജെറിയുടെ കൂടെയായി, പിന്നെ അപ്പയുടെ തോളത്തിരുന്നിട്ടായി, പിന്നെ കുറച്ച് നേരം ഡോണിൻ്റെ മേത്തായി. പിന്നെ എന്താ പറയുക മൊത്തത്തിൽ ഉഷാർന്ന് പറയും. ശരിക്കും ഇതിൻ്റെ പാട്ടുകൾ കേൾക്കണം നിങ്ങൾ. ആൻസൺ കണ്ടു, ഇതാണ് നമ്മുടെ ആൻസൺ ട്ടാ. ആൻസൻ്റെ ഇത് കണ്ടപ്പോൾ എനിക്ക് 1-1-3 പണ്ടത്തെ ആൻസനെയാണ് ഓർമ്മ വന്നത്. ഇതാണ് അമലും മാത്തനും ആൻസനും. അവരുടെ എന്താ പറയുക മാക്സിമം അവർ എൻജോയ് ചെയ്തു. അപ്പോൾ അങ്ങനെ ഇതൊക്കെയാണ് വിശേഷങ്ങൾ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ശരിക്കും ഓഡിയോ കൂടി കേട്ട് കഴിഞ്ഞാൽ നിങ്ങളും കൂടി അതിൽ പങ്കെടുത്ത പോലെ ആവും. പക്ഷേ നമുക്കത് ചെയ്യാൻ നിവൃത്തിയില്ല, കാരണം കോപ്പിറൈറ്റ് കിട്ടും. അപ്പോൾ ഇതൊക്കെയാണ് സംഭവങ്ങൾ. അപ്പോൾ ഇതിൻ്റെ പിന്നിലുണ്ടായിരുന്നവരെ കാണണ്ടേ നിങ്ങൾക്ക്, ഇവരാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഡോണിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സാണ്. അപ്പോൾ ഞാൻ പേര് പറഞ്ഞാൽ അങ്ങോട്ടും കൂടി തെറ്റിപ്പോകും. അതുകൊണ്ട് ഞാൻ ഒരാൾ സിനോയ് എന്നാണ് അവൻ്റെ പേര്, തെറ്റിപ്പോണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ പറയുന്നില്ല കേട്ടോ. അപ്പോൾ 2 പേരും അപ്പോൾ അവർ ഫങ്ഷനിലുണ്ടായി കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം അടിച്ച് പൊളിക്കാം. അപ്പോൾ നിങ്ങളും ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും പ്രോഗ്രാംസും കാര്യങ്ങളുണ്ടെങ്കിൽ
ഇതുപോലെയുള്ള ചെറുപിള്ളേരെ വിളിച്ചു കഴിഞ്ഞാൽ അവസാനം നമ്മളെന്താ പറയുക, നമ്മളതുവരെ ഓടി നടന്ന് ക്ഷീണിച്ചവർ ആ ഒന്ന് തിമിർത്താടി കഴിയുമ്പോൾ ഒക്കെ മാറുമെന്ന് പറയില്ലേ, അങ്ങനെ ഞങ്ങളുടെ അസലായിട്ടുണ്ടായിരുന്നു കേട്ടോ. DJ സൂപ്പറായിരുന്നു. അങ്ങനെ അദ്ദേഹം ഓരോരുത്തർ ടാറ്റ പറഞ്ഞ് ഇറങ്ങിത്തുടങ്ങി. ഞങ്ങളാണ് ഏറ്റവും അവസാനം പോയത്. ഞങ്ങളെയും കൂടി യാത്ര ആക്കിയിട്ട് എനിക്ക് തോന്നുന്നു സ്റ്റെഫാൻ പോയത്. സ്റ്റെഫാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞങ്ങളുടെ ഫാമിലിയിലത്തെ ഒരു മെമ്പർ പോലെ തന്നെ ഡിമ്പിളുടെ എല്ലാ 2 പരിപാടികൾക്ക് സ്റ്റെഫാനാണ് വന്നേക്കണത്. അപ്പോൾ അതുപോലെ തന്നെ ഇതും ഈ പറഞ്ഞ പോലെ ഡോണിൻ്റെ പരിപാടി എന്ന് കേട്ടപ്പോഴേക്ക് അവൻ ഓടി വന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ നല്ല തിരക്കുള്ള ഒരു ഹാങ്കർ തന്നെയാണ്, കോമ്പയറാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ തക്കുടു എല്ലാം കഴിഞ്ഞ് മടങ്ങണം. അവനാണ് ഡിവൈൻ്റെ ഫുൾ വീഡിയോസ് എടുത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. നാളെ ഇടാനുള്ള വീഡിയോസ് തക്കുടുവാണ് എടുത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പം ഇനിയിപ്പം ഇതെല്ലാം കഴിഞ്ഞ് കേക്ക് 3 കേക്കായിരുന്നു. അതായത് ഒരെണ്ണം അവരുടെ കല്യാണത്തിൻ്റെ, ഒരെണ്ണം കുട്ടികളുടെ മാമോദീസയുടെ, ഒരെണ്ണം നമ്മുടെ ചാക്കോച്ചൻ്റെ ബർത്ത്ഡേയുടെ, ഒരെണ്ണം വെഡ്ഡിങ് ആനിവേഴ്സറിയുടെ, അങ്ങനെ 4 ആയിട്ടായിരുന്നു. പക്ഷേ 3 കേക്കാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. ബർത്ത്ഡേയുടെ ഒരെണ്ണം, കല്യാണത്തിൻ്റെ ഒരെണ്ണം, ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറിയുടെ ഒരെണ്ണം, അങ്ങനെയായിരുന്നു. അങ്ങനെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പതുക്കെ ഇറങ്ങി. ഒരു വണ്ടിയിൽ ഫുൾ ഗിഫ്റ്റുകളിട്ടു, അടുത്തൊരു വണ്ടിയിൽ ഭക്ഷണങ്ങൾ, ബാക്കി വന്ന ഫുഡ് ഉണ്ടായിരുന്നു. എല്ലാ ഐറ്റം ഒന്നും എടുത്തില്ല, 2-3 ഐറ്റം മാത്രം നമ്മൾ എടുത്തുള്ളൂ. കാരണം വെറുതെ കൊണ്ടുവന്നിട്ട് പാത്രങ്ങളിലാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിന്നെ 2 ദിവസം കഴിയുമ്പോൾ കളയണതിൽ അർത്ഥമില്ലല്ലോ. അപ്പോൾ അത് കൊണ്ടുവന്നില്ല. അങ്ങനെ ഈ സമയം നോക്കി 11:15 ഞങ്ങൾ വന്ന് കയറുമ്പോട്ടാ. അത് കയറി പോയി കഴിഞ്ഞിട്ടാണ് പിന്നെ സാധനങ്ങൾ ഒതുക്കലും പെറുക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടായത്. അപ്പോൾ തമ്പുരാനെ 1000 നന്ദി പറഞ്ഞു. കാരണം കുറേ നാളുകൾക്ക് ശേഷം ഇതുപോലെ ഒരു പരിപാടി ഭംഗിയിൽ നടത്തി തന്നതിന് എപ്പോഴും നമ്മൾ നന്ദി പറയണമല്ലോ. പോകുമ്പോഴും ഇവിടെ നിന്ന് ലൈറ്റൊക്കെ ഇട്ട് പറഞ്ഞേൽപ്പിച്ചിട്ട് പോയി ഇതെല്ലാം ഭംഗിയാക്കി തരണേന്ന്. അത് സാധിച്ച് തരുമ്പോൾ നമ്മളത് നന്ദി പറയാൻ വേണ്ടേ. അപ്പോൾ അങ്ങനെ കൊണ്ടുവന്ന സാധനങ്ങൾ ഞാൻ ബോക്സുകളിലാക്കി ഫ്രിഡ്ജിലേക്ക് വെക്കാൻ വേണ്ടിയിട്ട് ചെറിയ പാത്രങ്ങളിലേക്ക് ആക്കി വെച്ചു. അത് കഴിഞ്ഞിതാ ചൂടാക്കാനുള്ളത് ചൂടാക്കി. ഇത് നമ്മളുടെ അച്ചാറാണ് കേട്ടോ. മാങ്ങ അച്ചാറും നാരങ്ങ അച്ചാറും ഉണ്ടായിരുന്നു, രണ്ടും നല്ലതായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ അച്ചാർ കൊണ്ടുപോകണം ആൻറ്റിയെ ചോദിച്ചപ്പോൾ ഞാൻ അച്ചാർ എടുത്തു തോന്നുന്നു. അച്ചാർ നമുക്ക് എത്ര നാൾ വേണമെങ്കിലും വെക്കാമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അച്ചാർ എടുത്തോളാൻ പറഞ്ഞു കേട്ടോ. പിന്നെ നമ്മുടെ മാങ്ങാക്കറി, പിന്നെ ചില്ലി ഫിഷ്, അങ്ങനെ ഒരു 4-5 കൂട്ടുണ്ടായിരുന്നു കേട്ടോ. വിശദമായിട്ടുള്ള സംഭവം എന്തൊക്കെയായിരുന്നു എന്നൊക്കെയുള്ളത് നമ്മളുടെ മെയിൻ വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം ഞാൻ ഈ എല്ലാ ബോക്സുകളിലും കറികളും കാര്യങ്ങളൊക്കെ ആക്കി നമ്മുടെ ഫ്രിഡ്ജിലേക്ക് കയറ്റി വെച്ചു. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മളുടെ ബിഗ് ഡേയുടെ വിശേഷങ്ങൾ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വേഗം വരാം കേട്ടോ. അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.